താളുന്തകരയും മുമ്മാസം ചെമ്പതു ചേനയായി മുമ്മാസം എന്ന് പറയുന്ന താള്. ഓക്കെ, ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേന ഗ്രാമത്തിലേക്ക് പൊന്തുകയാണ്. കണ്ടോളൂ. ഓക്കെ, വിദേശിയായിട്ട് കണ്ട ആ സാധനമാണ് കല്ലുരുക്കി. മുദ്രക്കല്ലിന് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നേരിട്ട് തിന്നരുത്. അതാണ് മുറിവേറ്റ് മാളെ കൊല്ലുന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചേനല തിന്നണമാരില്ല. അതാണ് ഒറിജിനൽ താള്. നമ്മൾ പണ്ട് പറയില്ലേ കർക്കിടത്തിൽ 10 ഇലാന്ന്. അപ്പോൾ ഈ ഇലകളിലൊക്കെ അറ്റ്മോസ്ഫിയർ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മരുന്നുകൾ സംഭവിപ്പിക്കുന്നു. ഇതിൻ്റെ ഇലകൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല, കർക്കിടത്തിൽ 10 ഇല. അപ്പോൾ ഈ ഇലകൾ കൂടി ഇതിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ജൈവ പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ശരീരത്തിൽ വേണ്ട ചോരനീരുണ്ടാവുന്നതാണ് എൻ്റെ അച്ചമ്മയൊക്കെ പറഞ്ഞത്. അച്ചമ്മ എന്ന് പറഞ്ഞാൽ ATP സെൻറ്റർ. അതാണ് ഭക്ഷണവും ഭാഷണവും. ഇതിൻ്റെ ഇലകൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ. അതാണ് കറ നിറഞ്ഞ കുടം കർക്കിടകം. അതിൻ്റെ പഴഞ്ചൊല്ലാണ് അടിയോടി വരുന്ന വമ്പാലമൂർഖന്റെ കുടമണിനാഥം കേട്ട് ഭൂമിദേവി പുഷ്പിണിയായി ശേഷം ഗർഭിണിയായി. അടിയോടി വരുന്ന വമ്പാലമൂർഖൻ മഴക്കാലത്തിന്റെ ആരംഭവും കുടമണിനാഥം ഇടിമുറലും ഭൂമിദേവി പുഷ്പിണിയാവിലെ പലതരം രസങ്ങൾ പലതരം സാധനങ്ങളിൽ വന്ന് നിറയലും. ആ രസങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലുള്ള അംശങ്ങൾ, രസങ്ങൾ, നിറങ്ങൾ, വർണ്ണങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് വേർഡില്ലേ അറ്റ്മോസ്ഫിയർ മെഡിസിൻസ് അഥവാ അന്തരീക്ഷ മരുന്നുകൾ നമുക്ക് കിട്ടുകയും നമ്മുടെ രക്തം കറ നിറഞ്ഞ കുടം കർക്കിടകമാവുകയും ചെയ്യും. അതാണ് കർക്കിടകത്തിൽ 10 ഇല, അല്ലെങ്കിൽ കർക്കിടക മാസത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ കർക്കിടത്തിൽ രാമായണം എന്ന് പറയുന്നത്. ഇരുട്ട് മാഞ്ഞ് വെളിച്ചം വരണം. അതാണ് ഭക്ഷണവും ഭാഷണവും. ധാരാളം ഇലകളൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് മായട്ടെ, ഒരു വെളിച്ചം കയറി വരട്ടെ. രാമായണം എന്ന് പറഞ്ഞാൽ ഇരുട്ട് മായണം എന്ന അർത്ഥം. അല്ലാതെ ആ ഫോട്ടോ വെച്ച് പൂജിക്കണം എന്ന് ഒരു രാമനും പറഞ്ഞിട്ടില്ല. നല്ല ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ മുഖശ്രീയോടുകൂടി ഉള്ളിൽ നല്ല തിരിച്ചറിവുകളുള്ള മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. അതാണ് പറയില്ലേ, നമ്മൾ പറയില്ലേ ഓരോ ഭാഷകൾ ഉണ്ടായി വന്ന വഴിയുണ്ട്. അപ്പം നമ്മൾ പണ്ടാറടങ്ങി വരില്ലേ, പണ്ട് ആറ് പുഴയുടെ സൂചന, അടങ്ങി മണ്ണിൽ വെള്ളം വീണു എന്നൊരർത്ഥമുണ്ട്. മനുഷ്യ നീ വെള്ളമാകുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ഈ ചോരി നീരുണ്ടാവണമെങ്കിലാണ് ഈ സാധനത്തെ നമ്മൾ രാമായണവും കവിതയും, അല്ലെങ്കിൽ കർക്കിടവും കവിതയും എന്ന് പറയുന്നത്. അപ്പോൾ കവിത എന്ന് പറഞ്ഞ അർത്ഥമാണ് ക ആരാൽ, വി വിശാലമായി, ദാ ഇതൊക്കെ പെട്ടു. അന്ന് ഇത്ര അക്ഷരങ്ങളോ അന്ന് ഇത്രമാത്രം മതസംവിധാനങ്ങളോ ഇല്ലാതെ ഇരുട്ട് മായുന്നതിന് വേണ്ടി പൂർവികർ ഉണ്ടാക്കി തന്ന സാധനത്തിൻ്റെ പേരാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞ പ്രതീകം. ആ പ്രതീകത്തെ കൊണ്ടിട്ട് ഒരിക്കലും വെറും പ്രതിമകളാക്കരുത്. പ്രതിമ വേണ്ട എന്നല്ല. അതായത് ഇവിടെ പുൽക്കൊടികൾക്കും പടുകൂറ്റൻ മരങ്ങൾക്കും ചെറുപറവകൾക്കും പടുകൂറ്റൻ പരുന്തുകൾക്കും പറക്കണം. അതിൻ്റെ ഇടയിൽ കയറി കഴുകനാകരുത് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണ മാസം ആചരിക്കുമ്പോൾ തന്നെ കർക്കിടത്തിൽ 10 ഇലകളിൽ ഭക്ഷണത്തിൽ രസങ്ങൾ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നു. എന്ത് വർദ്ധിപ്പിക്കുന്നു? ശരീരത്തിൻ്റെ ജൈവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒരു കൊല്ലത്തിന് വേണ്ട ഊർജങ്ങൾ ഇത്തരം കൃഷികളിൽ നിന്ന് നമുക്കുണ്ടായിത്തീരുകയും ചെയ്യുന്നു. അതാണ് പറയുന്ന സാധനം. ചക്കിമാങ്ങി മുമ്മാസം, ചാളുന്തകരി മുമ്മാസം, ചേമ്പുംചേനി മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. ഓക്കെ, നമ്മൾ ഊരവേദനയ്ക്ക് നല്ലതാണ് വൈദ്യൻ ചീര കേട്ടോ. വൈദ്യൻ ചീര ധാരാളം നമ്മൾ തരണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അരക്കെട്ട് വേദന പോകും. അതായത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പഴയ സാധനങ്ങളൊക്കെ രാവിലെ ഉഷാറായിട്ടാണ് പോവുകയാണ് പുറത്തേക്ക്. അതായത് ആ സർക്കുലേഷൻ്റെ പേരാണ് ഇത്. ഇതാണ് വൈശ്യൻ ചീര, വൈദ്യൻ ചീര എന്ന് പറയും. ഈ വൈശ്യൻ എന്ന് പറഞ്ഞാൽ വശീകരിച്ച് പുറത്തേക്ക് കൊണ്ടുകളയുന്നത്. അതാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ്. അതാണ് വാഴ നനഞ്ഞാൽ ചീര നനയുന്നൊക്കെ പറയണം. ഇതിൻ്റെ ഉള്ളിൽ തനിയേ ഉണ്ടാവണം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇതാണ് വൈദ്യൻ ചീര. ധാരാളം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നുള്ളിപ്പുറത്ത് തിന്നാൽ മതി. അപ്പോൾ ഇതൊന്നും പൈസ ചിലവാക്കണ്ടെന്ന് പറയുക. ഇങ്ങോട്ട് വരിക. ആലിപ്പറമ്പ് നല്ലൊരു ഗ്രാമമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേനഗ്രാമം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അലോഹ്യമില്ലാന്ന്. ആ അലോഹ്യമില്ല എന്ന് പറഞ്ഞ സാധനമാണ് ലേഹ്യം വന്നത്. അപ്പോൾ ലേഹ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഏതാ? നമ്മുടെ ഈ ചേന. ഈ ചേനയുടെ ഒരു ഇളം ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിലാണ് നമ്മുടെ വയറ്റിലുള്ള പലവിധ അസുഖങ്ങളെ തടുക്കുന്ന ആ ചൊറിച്ചിൽ, ആ മാന്തൽ. അതൊരു മെഡിസിനാണ് ഇത്ര. നമ്മളെ ഓരോരോ സാധനങ്ങളും പ്രകൃതി
ആഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി നിറച്ചു വച്ചിരിക്കുന്ന ഓരോ തരത്തിലുള്ള രുചികളെയും രൂപങ്ങളെയും ചൊറിച്ചിലെ രൂപമാണ്, രുചി രൂപമാണ്. അതിൻ്റെ പേരാണ് ഒരലോഹ്യം ഇല്ലാതേക്കും. അപ്പോൾ ലേഹ്യം അതിന് നിർമ്മിക്കപ്പെട്ടു. ഓക്കെ. റൈസോബിയം അഥവാ മൂലാർബുദം നമ്മളെ യൂറിയ അല്ലെങ്കിൽ 20 വരെ കാണും. ഇത് പ്രകൃതി നമുക്ക് കരിഞ്ഞു തരുന്നതാണ്. ഇത് ധാരാളം വിതക്കലാണ് രാസവളങ്ങൾക്ക് ബദലായി നൽകുന്നത് കേട്ടോ. പിന്നെ രാസവളം എന്താ തനിയെ കിട്ടും, അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇതാണ് ആ അടി ഓടി വരുന്ന ബാലമൂർഖന്റെ കുടമണി നാദം കേട്ട് ഭൂമിദേവി ഗർഭിണിയായി ശേഷം പുഷ്പിണിയായി എന്ന് പറയുന്ന പഴയ പഴഞ്ചൊല്ലിൽ പതിരില്ല. ഓക്കെ. മണ്ണ് വെറും നിർജീവ വസ്തു എന്നല്ല, അതാണ് മനുഷ്യ നീ വെള്ളമാകുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ഇതൊക്കെ വരുന്നു. ഇപ്പൊ നമ്മള് ഈ കൃഷിയിലേക്ക് ശാസ്ത്രീയത ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പാടം ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോയാൽ പുഴയാണ്. അപ്പോൾ ആ നിൽക്കുന്ന കാള്, ചേമ്പ്, ചേന, ചൊറിച്ചിലുള്ള എല്ലാ വൃക്ഷങ്ങളും ഹെവി വെയിറ്റ് മെറ്റൽസുകളെ വലിച്ചെടുത്ത് വെള്ളം ശുദ്ധീകരിച്ച് ആ പുഴയെ കൊണ്ടേ വിടുകയാണ്. അത് കൃഷിപ്പണി വെറും കൃഷിപ്പണിയല്ല, കൃഷിയിൽ നിന്നാണ് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ സി രാധാകൃഷ്ണൻ നോവലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, പൊന്നാനി എടപ്പാളുകാരൻ, കൃഷി മുള പൊട്ടുന്നത് സംസ്കാരത്തിൻ്റെ മുള പൊട്ടലാണ്. അത് മുള പൊട്ടാതെ എന്ത് AI ടെക്നോളജി ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പോൾ ഈ കടലിലെ വെള്ളം ശുദ്ധീകരിക്കണമെങ്കിലും ആലിപ്പറമ്പിലെ ആളുകൾ ചേനയും ചേമ്പും വളർത്തണം. മനസ്സിലായില്ലേ? ഹെവി വെയിറ്റ് മെറ്റൽസുകൾ മഗ്നീഷ്യം പോലെയുള്ളവ വലിച്ചെടുത്തിട്ടാണ് ഈ പുഴയിലേക്ക് ഒഴുകി പോണ വെള്ളം. അങ്ങനെയാണ് ശുദ്ധീകരണം. ബാക്കി അവിടെ മണലും കല്ലും ചെയ്യും. അതുകൊണ്ടാണ് ഈ ചേന, പാവം ചേനയും ചേമ്പൊക്കെ നമുക്ക് വേണ്ടി ചൊറിയാണ് കേട്ടോ. ഇത് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു. ചേനയും ചേമ്പും ചെയ്യുന്ന ജലോപകാരം, ജലത്തിനുള്ള ഉപകാരം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കൃഷി വെറും കൃഷിയല്ല, സംസ്കാരം ശുദ്ധീകരിച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് നേരത്തെ ഡയലോഗ് പറഞ്ഞില്ലേ, വിജ്ഞാന സമ്പാദനത്തിലെ സാംസ്കാരിക ഘടകം മനുഷ്യൻ്റെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും ആഗ്രഹങ്ങളുടെയും സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും അതേ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ മനുഷ്യന് ചില ശേഷികൾ ആർജിച്ച് കഴിയുമ്പോൾ അവരത് കൂടിച്ചേർന്ന് സമൂഹത്തിന് ഉപകാരപ്രദവും ഉപയോഗപ്രദവും സന്തോഷപ്രദവുമായ വഴികളിൽ കൂടി ചിലവഴിക്കും. അതാണ് ജലീൽ ഗിബ്രാൻ പറയുന്നത്, മനുഷ്യൻ മണ്ണിളക്കി വിത്ത് വിതച്ചപ്പോഴാണ് സംസ്കാരം മുളപൊട്ടിയത്. കവിതയിലെ വിധ കേട്ടോ. ഇതെല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു ന്യൂ ജനറേഷൻ കവിതയിലൂടെ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഈ പറഞ്ഞതൊക്കെ ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. നാളത്തെ പ്രതീക്ഷകളായ കുട്ടികളെ, നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം തരുന്നതിത്ര മാത്രം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വാക്കുതിക്കും ദിക്കു നീ തന്നെയാകുന്നു, വാക്കിന്റെ വാരിധികൾ നിന്നിലേക്കാകുന്നു. വാക്കിന്റെ വാരിധികൾ നിന്നിലേക്കാകുന്നു, നീ അഗ്നിയാകുന്നു, നീ അമൃതാകുന്നു. നമ്മുടെ വാക്കുകളെല്ലാം എന്ത് വേണം? ഉറവു തേടുന്നു മണ്ണിലെല്ലാടവും, മുറിവു നീറും മനസ്സിന്റെ ഉള്ളിലും, നിറയെ വർഷിക്ക നിങ്ങളൻ സ്വരസ്വരൂപമാം പ്രാണബിന്ദുക്കളെ. സ്വരത്തിന് സ്വരൂപമുണ്ട്, അതിന്റെ പ്രാണബിന്ദുക്കളാണ്. ഇപ്പൊ മധുസൂദനൻ നായർ പറഞ്ഞാലും സുരേഷ് പാടത്തുനിന്ന് പറഞ്ഞാലും പറമ്പെന്ന് വന്നാലും നമ്മുടെ വിത്തുപുരയിൽ നിന്ന് വന്നാൽ തരുന്നതാണ്. വിത്തുപുര എന്ന് പറഞ്ഞാൽ അർത്ഥം കേട്ടോ. ത്രിപുര എന്നൊക്കെ പറയില്ലേ, 3 അതുപോലെ പുര എന്ന് പറഞ്ഞാൽ ഭാവനയുടെ ഒരു കൂടാരം. ഇപ്പൊ നമ്മളെ തൊപ്പി കുട എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? കുട തണുപ്പിന്. അതായത് ഉറവു തേടുന്നു മണ്ണിലെല്ലാടവും, മുറിവു നീറും മനസ്സിന്റെ ഉള്ളിലും, നിറയെ വർഷിക്ക നിങ്ങളൻ സ്വരസ്വരൂപമാം പ്രാണബിന്ദുക്കളെ. വാക്കുതിക്കും ദിക്കു നീ തന്നെയാകുന്നു, വാക്കിന്റെ വാരിധികൾ നിന്നിലേക്കാകുന്നു, നീ അഗ്നിയാകുന്നു, നീ അമൃതാകുന്നു. ആദിമ നിവാസികളിൽ നിന്ന് വാക്കാണ്. മണ്ണ്, ആറ്, കാട് എന്ന് പറയില്ലേ. കാട് കരിഞ്ഞുണങ്ങി അവിടെ കിടക്കുന്ന സമയത്ത് ആറൊഴുകി അല്ലെങ്കിൽ മഴ പെയ്തു, അതാണ് മണ്ണായത്. മണ്ണാർക്കാട്, പണ്ടാരടങ്ങി, നിലമ്പൂര് എന്നൊക്കെ പറഞ്ഞാൽ കാർഷിക സംസ്കൃതിയിൽ നിന്ന് വന്ന നല്ല 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 ശുദ്ധീകരിച്ചെടുത്ത വാക്കുകളാണ്. നിലമ്പൂവിന്റെ ഊരാകുമ്പോൾ ക്രോസ് പോളിനേഷനായി, മണ്ണ് ആറെ കാടാവുമ്പോൾ നല്ല മണമുള്ള മണ്ണായി. അതുപോലെ തന്നെ നമ്മള് പണ്ട് ആറൊഴുകിയപ്പോൾ
എന്തു വന്നു? ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം. അപ്പുവിന്റെ ആയുർവേദത്തിന്റെ ആഗോള തലസ്ഥാനമായ മലപ്പുറം ജില്ലയിൽ നിന്നും തിരൂരിൽ നിന്ന് കുഞ്ചനും പിറന്ന മണ്ണിൽ നിന്നും നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്കായി ഈ വാക്കുകളെല്ലാം കാർഷിക വൃത്തിയിലൂടെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫോളോ മീ വിത്തും കിതാബും. ഈ യുവാക്കളെ, കുട്ടികളെ, വിത്തറ്റ് പോകാൻ നമ്മുടെ വിത്തുപുര കേട്ടോ. നമ്മുടെ സുരേഷേട്ടനാണ് നമ്മുടെ ഗ്രാമവനം വിത്തുപുര. അതിലേക്കുള്ള വഴിയാണ്. ആലിപ്പറമ്പ് ഹൈസ്കൂളിന്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരിക. കുറേ കുട്ടികളൊക്കെ വന്നു കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ നടത്തി വിത്തുപുര.